ചൊല്ലിയാൽ ആ മഹാന്മാര് മുഖേന അല്ലാഹ് തട്ടിക്കളഞ്ഞേക്കാ. അല്ലാതെ നമ്മുടെ തോന്നിവാസത്തിന്റെ പിന്നാലെ പോയാൽ അല്ലാഹ് തട്ടൂല മുസ്ലിമേ. അതുകൊണ്ട് ചിന്തിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറയട്ടെ മുഅ്മിനീങ്ങളെ, എന്നെ കുറിച്ചെനിക്ക് ബോധമില്ലല്ലോ, എന്നെ കുറിച്ചെനിക്ക് ബോധമില്ലല്ലോ, ഞാൻ ആരാണെന്ന് ഞാൻ ചിന്തിച്ചില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ തോന്നിവാസത്തിലൂടെ നീങ്ങുമ്പോ ഓന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ കയ്യിലെ വാച്ച് അയച്ചു വെക്കുന്നൊരു ദിവസം വരാനുണ്ട്, എന്റെ തലേക്കെട്ട് അയച്ചു വെക്കുന്നൊരു ദിവസം വരാനുണ്ട്, എന്റെ വസ്ത്രം അയച്ചു വെക്കുന്നൊരു ദിവസം വരാനുണ്ട്, എന്നിട്ട് എന്നെ ഒരു കാലി കട്ടിലിൽ കിടത്താനുണ്ട്, എന്നിട്ട് നീളമുള്ളൊരു തുണി എന്നെ പയപ്പിക്കാനുണ്ട്. തീർന്നോ? എന്റെ തല ഇങ്ങനെ നിർക്കനെ വെച്ചിട്ട് ഈ സംസാരിക്കുന്ന നാക്കിന്റെ അടിഭാഗത്തേക്ക് ഒരു തുണിയിട്ട് എന്റെ വായിലിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എന്റെ തലയുടെ മധ്യഭാഗത്തേക്ക് കെട്ടാനുണ്ട്. എന്റെ രണ്ട് കാലിങ്ങനെ നിൽക്കാതിരിക്കുമ്പോ രണ്ട് കാലിന്റെ ചൂണ്ടാണി വിരലുകളെ പരസ്പരം വരി കയറുകൊണ്ട് കെട്ടി എന്നെ കടത്താറുണ്ടെന്ന് മറന്നു പോകണ്ട. വഅദ് കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, നിന്നെ കടത്താറുണ്ട്. ആ കടത്തുന്ന രംഗങ്ങളൊക്കെ മറക്കണ്ട. എന്നിട്ടോ നിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയില്ലേ, ഉടനടി കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് നിന്നൊരു 3 കഷ്ണം തുണിയിൽ ചുരുട്ടിയിട്ട് മൂക്കിലേക്കും ചെവിയിലേക്കും കണ്ണിലേക്കും പരത്തി തള്ളിയില്ലേ, എന്റെ നെറ്റിലേക്ക് പരത്തി വെച്ചില്ലേ, എന്റെ കൈവരലിലേക്ക് പരത്തി വെച്ചില്ലേ. എന്നിട്ടൊരു 3 കെട്ടിട്ട് ഒരു 3 കെട്ടും കെട്ടിയിട്ട് മയ്യത്ത് കട്ടിലിൽ കടത്തി ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന ദിക്റും ചൊല്ലി മയ്യത്ത് കട്ടിലിൽ കടത്തി. അതാ പൂത്തപ്പലത്തെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ, ഒരു മയ്യത്ത് കൊണ്ടുവരുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്താണ്? ഇന്ന് അയാളെ മയ്യത്താണ്, നാളെ എന്റേതാണ്. ഇതല്ലേ എനിക്ക് ചിന്ത വേണ്ടത്. പക്ഷേ ആ കൊണ്ടുപോകുന്ന മയ്യത്തിനെ കുറിച്ച് നീ അഭിപ്രായം പറയലല്ലാതെ നാളെ എന്നെ കൊണ്ടുപോകാനുണ്ടെന്ന ചിന്ത എന്റെ മനസ്സിൽ വരുന്നില്ലല്ലോ. ഇതുപോലെ എന്നെയും ചുമന്നു കൊണ്ടുപോകാനുണ്ടെന്ന ചിന്ത എന്റെ മനസ്സിലില്ലല്ലോ. കൊണ്ടുപോയി പള്ളിന്റെ അകത്ത് കയറ്റി ഒരു 4 തക്ബീറോടെ ഒരു ചെറിയൊരു നിസ്കാരം നടത്തിയിട്ട് അതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മയ്യത്ത് കട്ടിൽ നിന്ന് എന്നെ എടുത്തിട്ട് അതാ കബറിന്റെ 6 അടിയിലേക്ക് എന്നെ താത്തുമ്പോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലി എന്നെ കബറിലേക്കൊന്ന് താത്തി. എന്നിട്ട് തീർന്നോ? അതാ തായി കബറിന്റെ ഉള്ളിലേക്കൊന്ന് താത്തിട്ട് എന്റെ കഫൻ തുണി അവിടെ നിന്ന് നീക്കുകയാണോ. എന്നിട്ട് എന്റെ സുന്ദരമായ ഏത് സമയത്തും വടിച്ച് വൃത്തിയാക്കി പൗഡർ ഇട്ട് മിനുക്കിയ മുഖമുണ്ടല്ലോ, ഓ പെണ്ണെ, അന്യപുരുഷന്മാരെ മുമ്പിൽ പ്രദർശിപ്പിച്ച മുഖമുണ്ടല്ലോ, ആ മുഖത്തിനെ മണ്ണിലേക്ക് ചേർത്ത് വെച്ചില്ലേ. 24 മണിക്കൂർ കഴിയുമ്പോ നിന്റെ ചുവന്ന മുഖത്തിൽ നിന്ന് വെളുവെളുത്ത മുഖത്തിൽ നിന്നിട്ട് അന്യപുരുഷന്മാരെ മുമ്പിൽ പ്രദർശിപ്പിച്ച മുഖത്തിൽ നിന്നിട്ട് പുഴുക്കൾ പുറത്തു വന്നില്ലേ. ആ സുന്ദരമായ കബളിലെ മുഖത്തെ മണ്ണിനോട് ചേർത്തിട്ട് തായി കബറിൽ എന്നെ കടത്തിയിട്ട് കല്ല് വെച്ച് മൂടിയില്ലേ. എന്നിട്ട് അവരെ കൂടിയവര് മുഴുവനും ഒരു 3 പടി മണ്ണ് വാരിയിട്ട് അതാ എന്റെ കബറിന്റെ മണ്ണങ്ങ് കോരിയിട്ട് എന്റെ കബറ് മൂടുന്ന രംഗമൊന്ന് ചിന്തിക്കൂ സഹോദരാ. ഞാൻ ഇതുവരെ എന്റെ ബെഡ്റൂമിലായിരുന്നു, AC-യിലായിരുന്നു, എല്ലാ സൗകര്യത്തോടെ കടന്നുറങ്ങിയ ഞാൻ പള്ളിക്കാട്ടിന്റെ 6 അടി മണ്ണിൽ കിടക്കേണ്ട ഒരു രംഗമൊന്ന് ചിന്തിക്കണേ. ഈ ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനേ. തീർന്നോ? കബറിൽ കൊണ്ടുവച്ച് കബറിന്റെ പണി കഴിഞ്ഞ് തൽക്കീന് കഴിഞ്ഞ് അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അവിടെ കൂടിയവര് പിരിയുന്ന സമയത്ത് ഇതാ ലജ്ജൽ ഖബറു ലജ്ജാ, കബറൊരു ഇടുക്കല് ഇടുക്കിപ്പോയി, വല്ലാത്ത ഇടുക്കല് തന്നെ. ആ
കബറിന്റെ വരറ്റ ഇടുക്കൽ കൊണ്ട് ജനങ്ങ കബറിന്റെ അകത്ത് വെച്ച മയ്യത്ത് തൂളികളായി പോയി, ചിന്നിച്ചിതറിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഈ നിലക്കെന്റെ കബറിനെ പിടിച്ച് കുലുക്കുമ്പോ, എന്നെ കബറിനെ പിടിച്ച് ഇടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതൊക്കെ എനിക്ക് വരാനുണ്ട് എന്ന് ചിന്തിക്കുന്നവര് മുസ്ലിം നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഏത് സമയത്തും ഹോബിയായി, ഏത് സമയത്തും രസമായി അന്യപുരുഷന്മാരോട് മൊബൈലിലൂടെ 24 മണിക്കൂറും സംസാരിച്ച് ബന്ധം സ്ഥാപിച്ച് വ്യഭിചാരത്തിലേക്ക് പുറത്തിറങ്ങിപ്പോകുന്ന സഹോദരി, നിന്റെ നാളെ 6 അടി മണ്ണിൽ കൊണ്ടുവെക്കാനുണ്ടെന്ന് നീ മറന്നുപോകണ്ട. ഏത് സമയത്തും വ്യഭിചാരത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന സഹോദരിമാർ, അതിന് പെർമിഷൻ കൊടുക്കുന്ന ഉമ്മമാര്, സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കി തരുമാറാകട്ടെ. പറഞ്ഞാൽ നീണ്ടുപോകും. ഞാൻ ചുരുക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? നമ്മളെ വീട്ടിൽ സ്വലാത്തില്ല, നാരിയത്ത് സ്വലാത്തില്ല, ആദമ സ്വലാത്തില്ല, വെള്ളിയാഴ്ചന്റെ സ്വലാത്തില്ല, ഒന്നും നമ്മളെ വീട്ടിലില്ല. എല്ലാം തെറ്റിന്റെ പിന്നാലെ പോയി റബ്ബിനെ മറന്നുപോയി. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന പരിപാടി മുസ്ലിമിന്റെ വീട്ടിൽ നടന്നുപോയി. അല്ലാഹു സമുദായത്തെ നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവരൊന്ന് അകത്തേക്ക് വരണം. നമുക്ക് റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് പറഞ്ഞിട്ട് നല്ല റാഹത്തോടെ പിരിയാമല്ലോ. ഓ എത്ര ചെറുപ്പക്കാര്! ഞാൻ പരിചയമുള്ള കാനക്കോട് നിന്നും പരിസരങ്ങളിൽ നിന്നും പൂത്തപ്പുരത്ത് നിന്നും വന്ന എത്ര ചെറുപ്പക്കാരാണ്. ഒന്ന് കയറി വരൂ മുസ്ലിമീങ്ങളെ, ഒന്ന് മുമ്പിലേക്ക് കയറി നിൽക്കൂ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മളെ മക്കളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, എല്ലാവരും ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അറബി വായിക്കാൻ അറിയുന്നവർ ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ കിതാബ് ചൊല്ലുന്നവരാകണം. അത് ആഴ്ചയിൽ ചൊല്ലേണ്ട ഒരു സ്വലാത്താണ്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ഇങ്ങനെ ഓരോ ദിവസത്തേക്കും ഓരോ സ്വലാത്ത്. ആ സ്വലാത്ത് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളെ കയ്യിൽ കൊടുത്ത്, അല്ലെങ്കിൽ ഖാദി തങ്ങളെ കയ്യിൽ കൊടുത്ത്, അല്ലെങ്കിൽ സൈനുൽ ആബിദീൻ നിങ്ങളെ കയ്യിൽ കൊടുത്ത അവരെ കയ്യിൽ നിന്ന് ദലായിലുൽ ഖൈറാത്ത് വാങ്ങിയിട്ട് അത് നിത്യമായി ചൊല്ലുന്നവരാകണം. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ഉറപ്പാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങൾ രചിച്ച ആ സ്വലാത്തിന്റെ കറാമത്ത് എത്രയാണ്! അതേ, ആ സ്വലാത്ത് കിതാബ് രചിച്ച് ജീവിതത്തിൽ സ്വലാത്തുകൾ മാത്രം ധന്യമാക്കി സ്വലാത്തിലൂടെ ജീവിച്ച മഹാനാണ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് വഫാത്താകുമ്പോൾ 10,000-ൽ പരം ശിഷ്യന്മാര്, 10,000-ൽ പരം വരുന്ന അതാ മുരീദന്മാരെ വാർത്തെടുത്ത മഹാനാണ് ആ മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങള്. ഹിജ്റ 870-ൽ വഫാത്താകുകയാണ്. ഹിജ്റ 870-ൽ വഫാത്തായപ്പോ അവിടുത്തെ സ്വന്തം കരങ്ങളെ കൊണ്ട് നിർമ്മിച്ച, അതേ ഷൂസ് എന്ന നാട്ടിലുള്ള സ്വന്തം വളപ്പിൽ നിർമ്മിച്ച പള്ളി, ആ പള്ളിയിൽ ബഹുമാനപ്പെട്ടവരെ കബറടക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടെ മയ്യത്ത് കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച സ്വന്തം വളപ്പിലുള്ള പള്ളിയിൽ അതാ ഹിജ്റ 870-ൽ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങള് കബറടക്കുന്നു. കബറടക്കിട്ട് 77 കൊല്ലം കഴിഞ്ഞു. 77 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങള് തന്റെ ശിഷ്യന്മാർക്ക്, തന്റെ മുരീദന്മാർക്ക് അതാ സ്വപ്നം കാണിച്ചുപോയി, കിനാവ് കാണിച്ചുപോയി. എന്താണ് സ്വപ്നം കാണിക്കുന്നത്? സുലൈമാനുൽ ജസൂലി തങ്ങള് വഫാത്തായിട്ട് 77 കൊല്ലം കഴിഞ്ഞിട്ട് തന്റെ മുരീദന്മാർക്ക് കിനാവ് കാണിച്ചിട്ട് പറയുന്നു, ഓ
മക്കളെ, എന്റെ കബറ് മാന്തണം. എന്റെ സ്വന്തം പള്ളിയിൽ കബറടക്കിയ എന്റെ മയ്യത്തുണ്ടല്ലോ, അതിനെ മാന്തണം. മാന്തിട്ട് എന്റെ മയ്യത്ത് പുറത്തെടുക്കണം. എന്നിട്ട് എന്റെ മയ്യത്തിനെ മൊറോക്കോയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് മൊറോക്കോയിൽ കബറടക്കണം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങളെ മയ്യത്ത് അവിടുത്തെ ശിഷ്യന്മാര്, അവിടുത്തെ മുരീദന്മാര് സ്വന്തം വളപ്പിലുള്ള പള്ളിയിൽ നിന്ന് കബറ് മാന്തുന്നു. കബറ് മാന്തിട്ട് തായി കബറിന്റെ കല്ലെടുത്തിട്ട് അതാ കബറിന്റെ അകത്തേക്ക് നോക്കുമ്പോ ഒരു പുതിയ പിള കടക്കുന്നത് പോലെ കബറിൽ കിടക്കുന്നു. അവിടുത്തെ തുണി നിരുമ്പിപ്പോയിട്ടില്ല, മയ്യത്ത് ജീർണിച്ചിട്ടില്ല. മരിക്കുന്ന സമയത്ത് മീസ കട്ട് ചെയ്തത്, താടി ഒപ്പിച്ചത് അങ്ങനെ തന്നെയുണ്ട്. എന്തിനേറെ പറയണം, പണ്ഡിതന്മാര് പറയുന്നു ആ സുലൈമാനുൽ ജസൂലി തങ്ങളെ കൈ ഇങ്ങനെ പിടിച്ചമർത്തുമ്പോ അതാ ചോര ഉറ്റുന്നത് പോലെ, ചോര ഉറ്റുന്നത് പോലെ 77 കൊല്ലം കഴിഞ്ഞിട്ട് മയ്യത്തിന് അതാ കബറ് തൊട്ടിട്ടില്ല, പുഴുക്കള് തൊട്ടിട്ടില്ല, കേളുകൾ തൊട്ടിട്ടില്ല, പാമ്പുകൾ തൊട്ടിട്ടില്ല. പറയുന്നത് മത്താരിഉൽ മുസിറാത്ത് എന്ന ഗ്രന്ഥമാണോ. ആ സുലൈമാനുൽ ജസൂലി തങ്ങളെ മയ്യത്ത് പുറത്തെടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, കബറിന്റെ ഉള്ളിന്ന് 77 കൊല്ലം കിടന്ന കബറ്, ആ കബറിന്റെ ഉള്ളിൽ നിന്നിട്ട് എന്തെന്നില്ലാത്തൊരു സുഗന്ധവാസന അടിച്ചു വീശുന്നു. സഹിക്കാൻ കഴിയാത്ത വാസനയാണ്. സാധാരണ അത്തറിന്റെ വാസനയല്ല, സഹിക്കാൻ കഴിയാത്ത വാസന കബറിന് പുറത്തു വരുന്നു. ജനങ്ങൾ കബറിലേക്ക് ഇറങ്ങിയിട്ട് ആ കബറിന്റെ മയ്യത്തിന് കടന്ന കബറിന്റെ മണ്ണ് അവര് ബറക്കത്തിന് കൊണ്ടുപോയി. എന്നിട്ട് സുലൈമാനുൽ ജസൂലി തങ്ങളെ മയ്യത്ത് അതാ മൊറോക്കോയിൽ കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോകുന്ന പട്ടണങ്ങൾ മുഴുവനും സുഗന്ധവാസന അടിച്ചു വീശിപ്പോയി. ആ മൊറോക്കോയിൽ പോയി കബറടക്കി. അവിടത്തെ മണം പറയണ്ട, അവിടത്തെ സുഗന്ധവാസന പറയണ്ട. ഈ നിലക്ക് മയ്യത്ത് മണ്ണ് തൊടാതെ, പാമ്പ് തൊടാതെ, കേളികൾ തൊടാതെ, അവിടുത്തെ കഫം കണി പോലും നിർമ്മിക്കാതെ വല്ലാത്തൊരു സുഗന്ധവാസന അടിച്ചു വീശുന്ന മയ്യത്ത് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു. എന്നിട്ടതാ ഈ സംഭവം പറഞ്ഞിട്ട് മഹാന്മാര് പറയുന്നു, മിൻ കസ്റത്തി സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പവർ എവിടെ നിന്ന് കിട്ടി? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് അധികരിപ്പിച്ച കാരണം കൊണ്ട് കിട്ടിയതാണോ? ഓ എന്റെ ഉപ്പമാരെ, ഓ എന്റെ ചെറുപ്പക്കാരെ, എന്റെ സഹോദരങ്ങള്, എന്റെ മയ്യത്തിന് കബറ് തൊടാതിരിക്കാൻ, പുഴുക്കള് തൊടാതിരിക്കാൻ, തേള് കൊത്താതിരിക്കാൻ, അതേ ശിക്ഷ ലഭിക്കാതിരിക്കാൻ എന്റെ കബറിൽ മയ്യത്ത് സുഗന്ധവാസന അടിച്ചു വീശാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ പേരിൽ എത്രയാണോ കഴിയുന്നത് അത്രയും സ്വലാത്ത് ചൊല്ലിക്കോ. ഇവിടുന്ന് പ്രതിജ്ഞയെടുത്തോ. ഈ പൂത്തപ്പലത്തിന്റെ സ്വലാത്ത് വാർഷികത്തിന്റെ സമാപന വേദിയിൽ ഓ എന്റെ ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരെ, ഒന്ന് പ്രതിജ്ഞയെടുത്തോ. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഓരോരോ ദിവസം ഞാൻ എന്റെ കടപ്പറയിൽ ചെന്നിട്ട് കടന്നുറങ്ങുമ്പോ ഒരു 33 സ്വലാത്തെങ്കിലും ചൊല്ലാൻ ഞാൻ കടന്നുറങ്ങൂല. ഒന്ന് പ്രതിജ്ഞയെടുത്തോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബ് ഞങ്ങൾ മദീനയിൽ നിന്ന് നോക്കട്ടെ, ഒന്ന് നമ്മുടെ സരസ് കണ്ട് സന്തോഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് നോക്കി നമ്മുടെ സരസ് കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ അൽഹംദുലില്ലാ പറയട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്ക 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അലാ മുഹമ്മദ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും നേരത്തെ വന്നവരാണ്, തങ്ങൾ മന്ത്രിച്ച് കുറച്ച് തേനുണ്ട് നമുക്ക് ചെലവിന്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. മുഹമ്മദ് ആജി എന്ന് പറയുന്ന അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.